നമസ്കാരം. ലോറി റെസിപ്റ്റിനെയും ബിൽ ഓഫ് ലാഡിങ്ങിനെയും കുറിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ ബിൽ ഓഫ് ലാഡിങ്ങും ലോറി റെസിപ്റ്റും എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരെ സ്ക്രീനിലോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് 3 കോളായിട്ട് തിരിച്ചിട്ടുണ്ട്: ആസ്പെക്ട്സ്, ലോറി റെസിപ്റ്റും ബിൽ ഓഫ് ലാഡിങ്ങും. അതിൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ലോറി റെസിപ്റ്റിന്റെ കേസിൽ പറയുന്നത് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കാരിയർ ഫോർ റോഡ് ട്രാൻസ്പോർട്ട് സെർവിങ് ആസ് എ കോൺട്രാക്ട് ആൻഡ് റെസിപ്റ്റ് ഫോർ ഗുഡ്സ് മൂവ്മെന്റ്. പ്രധാനമായിട്ടും ലോറി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്നാൽ ബിൽ ഓഫ് ലാഡിങ് ഇഷ്യൂ ചെയ്യുന്നത് റോഡ്, സീ ഓർ എയർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്, അഥവാ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ബിൽ ഓഫ് ലാഡിങ് പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് മെയിൻലി ഫോർ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വിത്തിൻ എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഉള്ളിലുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ലോറി റെസിപ്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സീ, റോഡ്, എയർ, എസ്പെഷ്യലി ഫോർ ഇന്റർനാഷണൽ ഷിപ്പിങ്ങിനാണ് നമ്മൾ ബിൽ ഓഫ് ലാഡിങ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻസുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ സ്കോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടു ഡൊമസ്റ്റിക് റോഡ് ഫ്രൈറ്റ് ഓപ്പറേഷൻ. ലോറി റെസിപ്റ്റ് എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റോഡ് മാർഗമുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളതാണെങ്കിൽ, ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഷിപ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാം. സോ ഒരു വൈഡർ സ്കോപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിന്റെ ഫങ്ഷൻസിലോട്ട് വരുമ്പോൾ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ദെൻ കോൺട്രാക്ട് ഓഫ് ക്യാരേജ്, ട്രാക്കിംഗ് ഡോക്യുമെന്റ്, ഇത് എന്തൊക്കെയായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഒന്ന്, ഗുഡ്സ് അവർ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലോജിസ്റ്റിക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. സോ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് ഇതിന് കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കോൺട്രാക്ട് ഓഫ് ക്യാരേജ്, ഈ ഗുഡ്സ് കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റും കൂടിയാണിത്. അതേപോലെ തന്നെ ഇതൊരു ട്രാക്കിംഗ് ഡോക്യുമെന്റ് ആണ്. എന്നാൽ ബിൽ ഓഫ് ലാഡിങ്ങിലോട്ട് വരുമ്പോഴോ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, കോൺട്രാക്ട് ഓഫ് ക്യാരിയേജ്, ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, ദാറ്റ് മീൻസ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ വരെയുള്ള ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ വരെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് ലോറി റെസിപ്റ്റിന്റെ കേസിൽ ഇഷ്യൂഡ് ബൈ ദി റോഡ് കാരിയർ ഓർ ട്രാൻസ്പോർട്ട് കമ്പനി. ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ ബിൽ ഓഫ് ലാഡിങ് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂഡ് ബൈ എ കാരിയർ, എക്സാമ്പിൾ എ ഷിപ്പിംഗ് ലൈൻ ഓർ ട്രക്കിംഗ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിലുള്ള കീ കോമ്പോണൻസ്, ലോറി റെസിപ്റ്റിലെയും ബിൽ ഓഫ് ലാഡിങ്ങിലെയും കീ കോമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ പറയാം, എല്ലാ നമ്പർ, ഷിപ്പർ ഓർ കൺസൈനി ഡീറ്റെയിൽസ്, ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ, ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, ഫ്രൈറ്റ് ചാർജസ് ആണ് ലോറി റെസിപ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ. ബിൽ ഓഫ് ലാഡിങ്ങിൽ വരുന്നത് ബിൽ ഓഫ് ലാഡിങ് നമ്പർ, ഷിപ്പർ ഓർ കൺസൈനി ഡീറ്റെയിൽസ്, ഗുഡ്സ്, ഡെസ്റ്റിനേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാരേജ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് അതിലോട്ട് വരുന്നത്. ഇനി ഇതിന്റെ ലീഗൽ സ്റ്റേറ്റസിലോട്ട് വന്നു കഴിഞ്ഞാൽ, ലോറി റെസിപ്റ്റ് ഗവേൺ ചെയ്യുന്നത് രാജ്യത്തെ 2007 നിയമപ്രകാരമുള്ള ക്യാരേജ് ഓഫ് ഗുഡ്സ് ബൈ റോഡ് ആക്ട് 2007 ആണ്. അതായത് രാജ്യത്തിനുള്ളിലുള്ള നാഷണൽ ലോ ആണ് ലോറി റെസിപ്റ്റ് ഗവേൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ കൺവെൻഷൻസും ഇന്റർനാഷണൽ ലോയും ആണ് ബിൽ ഓഫ് ലാഡിങ് ഗവേൺ ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ആണ്. നോട്ട് ടിപ്പിക്കലി ട്രാൻസ്ഫറബിൾ ടൈഡ് ടു ദി സ്പെസിഫിക് ഷിപ്മെന്റ്. നമുക്ക് ലോറി റെസിപ്റ്റ് ട്രാൻസ്ഫറബിൾ അല്ല, എന്നാൽ ബിൽ ഓഫ് ലാഡിങ് ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂല് വരുമ്പോൾ, ഡൊമസ്റ്റിക് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ലോറി റെസിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിൽ ഓഫ് ലാഡിങ്ങിലോട്ട് വരുമ്പോൾ ക്രിട്ടിക്കൽ ഫോർ കസ്റ്റംസ് ക്ലിയറൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡിലെ കസ്റ്റംസ് ക്ലിയറൻസിനാണ് ബിൽ ഓഫ് ലാഡിങ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വിദ്യാർത്ഥികൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ദെൻ റിസ്ക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. റിസ്ക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോറി റെസിപ്റ്റ് ഫോക്കസിങ് ഓൺ ലോക്കൽ ലയബിലിറ്റി ആൻഡ് ഡെലിവറി കൺഫർമേഷൻ, എന്നാൽ ബിൽ ഓഫ് ലാഡിങ് അഡ്രസ് ബോർഡർ റിസ്ക് വിത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ലയബിലിറ്റി ടേംസ്. ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഷിപ്മെന്റ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രോഡർ റിസ്ക് കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ലോറി റെസിപ്റ്റിലോട്ട് വരുന്ന സമയത്ത് അത് രാജ്യത്തിനുള്ളിലുള്ള ലോക്കൽ ലയബിലിറ്റീസ് ആണ് കവർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഈ 2 ഡോക്യുമെന്റും വളരെ അത്യാവശ്യമുള്ള ഡോക്യുമെന്റാണ്. ഒന്ന് രാജ്യത്തിനുള്ളിലുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ, റോഡ് മാർഗമുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു. ഒന്ന് രാജ്യത്തിന് പുറത്ത് സീ, എയർ, വാട്ടർ ട്രാൻസ്പോർട്ടേഷന്, അതല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ
കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഡോക്യുമെന്റ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽ ഓഫ് ലാഡിങ്ങിനെ പറയാം. അതല്ലാതെ അത് ലോറി റെസിപ്റ്റ് അല്ല. ലോറി റെസിപ്റ്റ് നമ്മൾ പ്രൈമറിലി നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള ട്രാൻസാക്ഷൻസിന് ലോജിസ്റ്റിക് കോർപ്പറേഷൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.